മെക്കാനിക്സിലെ ഫണ്ടമെൻ്റലായ പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഒരു ബോഡിയിലുള്ള റിസൾട്ടൻറ്റ് ഫോഴ്സും അതോടൊപ്പം ആ ബോഡിയുടെ നിലവിലുള്ള അവസ്ഥയും നമുക്കറിയാമെങ്കിൽ ആ ബോഡിയുടെ ഭാവിയിലുള്ള അല്ലെങ്കിൽ അല്പസമയം കഴിഞ്ഞിട്ടുള്ള ആ ബോഡിയുടെ അവസ്ഥ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അല്പസമയം കഴിഞ്ഞിട്ടുള്ള അവസ്ഥ എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അല്പസമയം കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ വേഗതയോ അല്ലെങ്കിൽ അല്പസമയം കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ പൊസിഷനോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു മെത്തേഡിലേക്ക് നമ്മൾ പോകുന്നത് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ സ്റ്റേറ്റ് ചെയ്തുകൊണ്ടാണ്. എന്താണ് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ? ന്യൂട്ടൺസ് സെക്കൻഡ് ലോ of motion. What is Newton's second law of motion? The rate of momentum of a body is equal to unbalanced net force on the body. മറ്റൊരു തരത്തിലും സ്റ്റേറ്റ് ചെയ്യാം, ഈക്വൽ ടു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ഓൺ ദാറ്റ് ബോഡി എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഇതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനാണെന്ത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ആണെന്ത്? എം എ. നെറ്റ് ഫോഴ്സിനെ നമ്മൾ എഫ് എന്ന് ഡിനോട്ട് ചെയ്തു. എഫ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ആണ് എം എ. അതാണ് എഫ് ഈക്വൽ ടു എം എ. നമുക്കറിയാം ആക്സിലറേഷൻ ഈക്വൽ ടു എന്താണ്? ഡി വി ബൈ ഡി ടി. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? എഫ് ഈസ് ഈക്വൽ ടു എം ഡി വി ബൈ ഡി ടി. ഇക്വേഷൻ 1. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനെ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. എങ്ങനെ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് മെക്കാനിക്സിലെ ഫണ്ടമെൻ്റൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമ്മളൊരു ബോഡിയെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഒരു ഉദാഹരണത്തിന് ബോള്. ഈ ബോളൊരു തറയിൽ നിൽക്കുകയാണ്. ഇനീഷ്യലി ടി ഈക്വൽ ടു 0 ആയ സമയത്ത്, സമയം 0 ആയ സമയത്ത് അതിൻ്റെ വെലോസിറ്റി എന്താണ്? 0 ആണ്. പക്ഷെ അതിലൊരു റിസൾട്ടൻറ്റ് ഫോഴ്സ് ഉണ്ട്. എന്താണ് ആ റിസൾട്ടൻറ്റ് ഫോഴ്സ്? എഫ് ഓഫ് ടി ഈക്വൽ ടു കെ ടി സ്ക്വയർ എന്നുള്ളൊരു ഫോഴ്സ് ഇതിൽ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഇനീഷ്യൽ കണ്ടീഷൻ അറിയാം. ഇനീഷ്യലി ഇതിന് ടൈം 0 ആയ സമയത്ത് വെലോസിറ്റി 0 ആണ്. അതിലുള്ള റിസൾട്ടൻറ്റ് ഫോഴ്സ് കെ ടി സ്ക്വയർ എന്നുള്ള ഒരു ഫോഴ്സാണ്. ഈ പ്രോബ്ലം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഒരു ടി ഈസ് ഈക്വൽ ടു 5 സെക്കൻഡ് ആയ സമയത്ത് ഇതിൻ്റെ വെലോസിറ്റി എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മളെങ്ങനെ കണ്ടെത്തുക? ആദ്യപടിയുമായിട്ട് എന്ത് ചെയ്യുക? ഈ എഫ് ഓഫ് ടിയെ ഇതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണ്? നമുക്കറിയാം എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു കെ ടി സ്ക്വയർ ആണ്. എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു കെ ടി സ്ക്വയർ. അതിന് നമ്മൾ എന്ത് ചെയ്യാം? ദിസ് ഈസ് ഈക്വൽ ടു എഫ്. നമുക്കറിയാം എഫ് ഈസ് ഈക്വൽ ടു എം ഡി വി ബൈ ഡി ടി ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ന്യൂട്ടൺ സെക്കൻഡ് ലോയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താവും? കെ ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു എം ഡി വി ബൈ ഡി ടി. ഓക്കെ, നമുക്ക് വെലോസിറ്റി ആണല്ലോ കണ്ടെത്തേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. കെ ടി സ്ക്വയർ ഡി ടി ഈക്വൽ ടു എം ഡി വി.
നമ്മൾ രണ്ട് സൈഡിലും വെലോസിറ്റി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ഡി വി ആണ്, ഡി വി വി ആവണമെങ്കിൽ രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ടൈം ഈസ് ഈക്വൽ ടു t0 ടു ഇവിടുത്തെ ലിമിറ്റ് എന്തായിരിക്കും? ടൈമിൻ്റെ ലിമിറ്റ് t0 ടു t എന്ന് കൊടുത്തു. വെലോസിറ്റിയുടെ ലിമിറ്റ്, ഇവിടെ വെലോസിറ്റിയുടെ ലിമിറ്റാണ്. അപ്പോൾ v0 ടു v. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം രണ്ട് സൈഡും. അപ്പോൾ എന്താവും? kt³/3. k കോൺസ്റ്റൻ്റ് ആണ്, k പുറത്ത് കിടക്കും. പിന്നെ t² മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ t³/3 ആണ് അതിൻ്റെ ഇൻ്റഗ്രൽ. t0 ടു t ഈക്വൽ ടു m കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ അതാ ഡി വിനാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇൻ്റഗ്രൽ ഡി വി ഈക്വൽ ടു വി ആണ്. അതായത് v0 ടു v, അതായത് k ഇൻറ്റു t³ മൈനസ് t0³/3 ഈക്വൽ ടു m ഇൻറ്റു v മൈനസ് v0. നമുക്കറിയാം അറ്റ് t ഈക്വൽ ടു 0 v ഈസ് ഈക്വൽ ടു v ഈക്വൽ ടു 0 ആണ് നമുക്കറിയാം. v ഈക്വൽ ടു 0 മീറ്റർ പെർ സെക്കൻഡ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താവും? നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷൻ ഇവിടെ t0 ആണ്. നമുക്ക് ഇതിനെ t0 ആയിട്ട് എടുക്കാം. t0 v0. ഓക്കെ, ഇനീഷ്യൽ കണ്ടീഷനാണ് ഈ t0 v0 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് t ഈക്വൽ ടു 0 ആകുന്ന സമയത്ത് വെലോസിറ്റി ഈക്വൽ ടു 0 മീറ്റർ പെർ സെക്കൻഡ്. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താവും? k t³ മൈനസ് 0 ബൈ ഇവിടെ 3 ആണ്. 3 ഈക്വൽ ടു m ഇൻറ്റു v മൈനസ് 0. അതായത് kt³/3 ഈക്വൽ ടു mv. ഇതെന്ത് കിട്ടും? v ഈസ് ഈക്വൽ ടു k/m t³/3. അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഇതാണ്, ഇത് ടീൻ്റെ ഫംഗ്ഷനാണ്. v എന്ന് പറഞ്ഞാൽ k ടൈമിൻ്റെ ഒരു ഫംഗ്ഷനാണ്. ഓക്കെ, ഇനിയിപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എന്താ? t ഈസ് ഈക്വൽ ടു 5 സെക്കൻഡ് ആയ സമയത്ത് വെലോസിറ്റി എന്താണെന്നാണ്. അത് കാണണമെങ്കിൽ എന്ത് ചെയ്യാം? വെലോസിറ്റിക്കുള്ള ജനറൽ എക്സ്പ്രഷൻ നമുക്ക് കിട്ടി, നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തു. m t³/3 എന്നുള്ളത്. അതിൽ t ഈക്വൽ ടു 5 സെക്കൻഡ് എന്ന് കൊടുക്കാം. k/m 5³/3 k/m 125/3 മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് അതിൻ്റെ ഒരു ടൈം 5 സെക്കൻഡ് ആവുന്ന. ഇതൊക്കെ കോൺസ്റ്റൻ്റ് ആണ്. ഇതിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഫുള്ളായിട്ടൊരു ന്യൂമറിക്കൽ വാല്യൂ കിട്ടും. ഓക്കെ, ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ. f ഓഫ് t ഈസ് ഈക്വൽ ടു at² പ്ലസ് bt എന്നാണ് നിങ്ങൾക്ക് ഇനീഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ട്. അറ്റ് t ഈക്വൽ ടു 0 v ഈസ് ഈക്വൽ ടു 1 മീറ്റർ പെർ സെക്കൻഡ്. ഇത് നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുക. ഇതുപോലെ എന്ത് ചെയ്യുക? f ഓഫ് ടിയുടെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ട് സോൾവ് ചെയ്താൽ മതി. ഓക്കെ, ഇനി അടുത്തത്, ഇതൊക്കെ നമുക്ക് ഡയറക്റ്റ് ന്യൂട്ടൺസ് സെക്കൻഡ് ലോയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലങ്ങളാണ്. ഇനി മറ്റൊരു കേസ്. സപ്പോസ് f is not a function
ഓഫ് ടൈം. ലെറ്റ് എഫ് ബി എ ഫങ്ഷൻ ഓഫ് പൊസിഷൻ. ദാറ്റ് ഈസ്, അങ്ങനെ പറഞ്ഞാൽ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, എഫ് ഓഫ് എക്സ് ആണെന്ന് വെക്കുക. ഫോർ എക്സാമ്പിൾ എഫ് ഈസ് ഈക്വൽ ടു കെ എക്സ് സ്ക്വയർ എന്നാണ്. ഈ പ്രോബ്ലം നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും? നമുക്ക് ന്യൂട്ടൺ സെക്കൻഡ് ലോ അറിയാം. ന്യൂട്ടൺസ് സെക്കൻഡ് ലോ, എഫ് ഈസ് ഈക്വൽ ടു എം ഡി വി ബൈ ഡി ടി. ഇവിടെ ഇത് കൊടുത്തുകൊണ്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? എന്താവും? എഫിൻ്റെ സ്ഥാനത്ത് കെ എക്സ് സ്ക്വയർ. വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്യണ്ട, ഇതേപോലെ നേരത്തെ ചെയ്തതുപോലെ ചെയ്യാൻ പറ്റുമോ നോക്കാൻ. എം ഡി വി ബൈ ഡി ടി, കെ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ എം ഡി വി ബൈ ഡി ടി. ഇനി വെലോസിറ്റി കിട്ടാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കുക. കെ എക്സ് സ്ക്വയർ ഡി ടി ഈസ് ഈക്വൽ ടു എം ഡി വി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ. ഈ സമയത്ത് നോക്കൂ, ഇത് ഇൻ്റഗ്രേഷൻ ഈസ് ഓവർ ടൈമാണ് ഇവിടെ ഉള്ളത്. ദിസ് ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ്. therefore kx square act like a constant. therefore kx square comes outside. integral dt is equal to m dv. അപ്പോൾ എന്ത് ചെയ്യില്ല, ഈ കെ എക്സ് സ്ക്വയർ നമ്മുടെ ഫോഴ്സ് ഇൻ്റഗ്രേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. അതുകൊണ്ട് ഈ മെത്തേഡിൽ ചെയ്താലത് ശരിയാവില്ല. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? ഫോഴ്സ് ടൈമിൻ്റെ ഫങ്ഷൻ അല്ലെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലത്തെ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ മെത്തേഡ് ഉപയോഗിക്കാൻ നമുക്ക് പറ്റില്ല, ഈ മെത്തേഡ്. അപ്പോൾ നമ്മൾ ചെറിയൊരു ട്രിക്ക് നമ്മളിവിടെ ഉപയോഗിക്കും. എന്താണ് ആ ട്രിക്ക്? എന്ത് ചെയ്തു? നമുക്കറിയാം എഫ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ന്യൂട്ടൺ സെക്കൻഡ് ലോ. ഇത് നമുക്ക് ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പറ്റും. ഈ എക്സിനെ നമ്മൾ ടൈമിൻ്റെ ഫംഗ്ഷനാക്കി എഴുതാൻ പറ്റുമെങ്കിൽ നമുക്കിത് അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇത് മൊത്തം ടൈമിൻ്റെ ഫംഗ്ഷനായി മാറും. പക്ഷേ അത് നമുക്ക് അങ്ങനെ ചെയ്യാൻ നമുക്ക് ഈ നിലവിൽ അറിയില്ല. അതുകൊണ്ട് നമുക്ക് ഈ വഴി ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മളൊരു മറ്റൊരു വഴി നോക്കാം. ന്യൂട്ടൺസ് സെക്കൻഡ് ലോ, അതൊക്കെ അതുപോലെ തന്നെ. എഫ് ഈസ് ഈക്വൽ ടു എം ഡി വി ബൈ ഡി ടി. ഇവിടെ ഇപ്പോൾ എഫ് എന്താണ്? എഫ് ഓഫ് എക്സ് ആണ്. ഓക്കെ, ഇവിടെ ടൈമാണ്. അപ്പോൾ ഈ ടൈമിൻ്റെ ഇവിടെ ഈ ഒരു ക്വാണ്ടിറ്റിയെ നമ്മൾ എന്ത് ചെയ്തു? എക്സിൻ്റെ ഫംഗ്ഷനാക്കി മാറ്റി. ഒരു എക്സിൻ്റെ ഫംഗ്ഷനാക്കി മാറ്റാൻ എന്താ ചെയ്യേണ്ടത്? എന്ത് ചെയ്യുക? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എം ഡി വി ബൈ ഡി ടിയെ ഒരു എക്സിൻ്റെ ഫംഗ്ഷനാക്കാൻ എന്താ ചെയ്യേണ്ടത്? മേലെയും അടിയിലും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ ഡി എക്സ് കൊണ്ട് ഗുണിച്ചു. അങ്ങനെ ഡി എക്സ് ബൈ ഡി എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി ടി. ഇതിപ്പോൾ മേലെ അടിയിൽ ഗുണിച്ചുകൊണ്ട് ഇവിടെ ഒരു എഫക്റ്റും ഇല്ല ഓവറോള്. കാരണം മേലെ അടിയിൽ ഡി എക്സ്, ഇത് കട്ട് ചെയ്ത് പോയാൽ സെയിം ഡി വി ബൈ ഡി ടി തന്നെ കിട്ടും. ഇനി അതിനൊന്ന് റീഅറേഞ്ച് ചെയ്തു. പക്ഷെ നമ്മൾ കട്ട് ചെയ്ത് പോയാൽ നമ്മളെ ആവശ്യം നടക്കില്ല. അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്യില്ല. നമ്മളൊന്ന് ഇതിനെ റീഅറേഞ്ച് ചെയ്തു. എന്ത് ചെയ്തു? എം അവിടെ തന്നെ വന്നു. പിന്നെ നമ്മൾ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത ഡി വി ബൈ ഡി എക്സ്. ഈ ഡി എക്സിനെയും ഡി ടിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തു. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ ഡി ടിയെ ഈ സൈഡിലേക്കും ഡി എക്സിനെ ഈ സൈഡിലേക്കും മാറ്റി. അപ്പോൾ എന്താവും? ഡി എക്സ് ബൈ ഡി ടി ഇൻറ്റു ഈ ഡി എക്സിനെ അങ്ങോട്ടും മാറ്റി ഡി വി ബൈ ഡി എക്സ്. ഇവിടെ എഫ് എക്സിൻ്റെ ഫംഗ്ഷൻ ആയതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്താൽ എന്താവും?
ഈ ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതെന്താണ് വി ആണ്, വെലോസിറ്റിയാണ്. എം വി ഡി വി ബൈ ഡി എക്സ് എന്ന് കിട്ടും. ഇപ്പോൾ നമുക്ക് നല്ല സുഖമായി. ഇനി ഇങ്ങോട്ട് നോക്കൂ, ഇവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എം വി ഡി വി ബൈ ഡി എക്സ് ആണ്. ഇനി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ഇവിടെയും എക്സ് ആണ്, ഇവിടെയും എക്സ് ആണ്. ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വളരെ സുഖമായിരിക്കും. എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു എം വി ഡി വി. ഈ രണ്ട് സൈഡിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കുക. ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്കൊരു ഇത് കിട്ടും. ഇവിടെ x02 ഇനീഷ്യൽ കണ്ടീഷനാണ് x0 ടു എക്സ് v02. ഇവിടെ വേരിയബിൾ വി ആണ്, അതുകൊണ്ട് നമ്മൾ v02 എന്ന് കൊടുത്തു. ഇതിൻ്റെ അർത്ഥം എന്താ? പൊസിഷൻ x0 ആവുന്ന സമയത്ത് വെലോസിറ്റി v0 ആണ്, പൊസിഷൻ x ആവുന്ന സമയത്ത് വെലോസിറ്റി v ആണ്. ഇതാണ് ഇത് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും, x0 v0. നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തു. x0 ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു എം കോൺസ്റ്റൻ്റ് ആണ്, പിന്നെ വി ഡി വി തരും v02. ഇവിടെ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ എഫ് ഓഫ് എക്സ് എന്താ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് ക്വസ്റ്റ്യൻ്റെ ആവശ്യപ്രകാരം നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ചെയ്യാതെ വെക്കുകയാണ്. എം വി സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും, വി ഡി വിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ. അതുകൊണ്ട് വി സ്ക്വയർ ബൈ 2 എന്ന് കിട്ടി. ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് സ്ക്വയർ ബൈ 2 അല്ലേ. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് വി ഡി വി, അപ്പോൾ വി സ്ക്വയർ ബൈ 2. അപ്പോൾ ഇത് v0 ടു വി ലിമിറ്റ് അപ്ലൈ ചെയ്താൽ എം വി സ്ക്വയർ മൈനസ് v0 സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. അതായത് ഹാഫ് എം വി സ്ക്വയർ മൈനസ് ഹാഫ് എം v0 സ്ക്വയർ ഈക്വൽ ടു, ഇവിടെ എൽ എച്ച് എസിൽ എന്തുണ്ട്? എഫ് ഓഫ് എക്സ് ഡി എക്സ്, ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് x0 ടു എക്സ്. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇത് നമ്മൾ ഓർമ്മയിൽ വെക്കുക. ഈ ഓർമ്മയിൽ വെക്കണില്ലെങ്കിൽ എന്ത് ചെയ്യുക? വെക്കണം എന്നില്ല. അതിപ്പോൾ ഈ ഡെറിവേഷൻ ഇങ്ങനെ എല്ലാവർക്കും കാണാപ്പാടല്ല, ഇതിങ്ങനെ നേർക്ക് മനസ്സിലാക്കി അതിങ്ങനെ ഓർമ്മയിൽ കാണാതെ വെക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, എന്ത് ചെയ്യാം? ഇനിയിപ്പോൾ നമ്മുടെ പ്രോബ്ലം ഞാനിപ്പോൾ മേലൊരു ഉദാഹരണം പറഞ്ഞല്ലോ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇനിയിപ്പോൾ മേലെ പറഞ്ഞ ഉദാഹരണം എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് എന്ന് പറഞ്ഞാൽ കെ എക്സ് സ്ക്വയർ ആണെന്ന് വെക്കാം. കെ എക്സ് സ്ക്വയർ ആണെങ്കിൽ ഫോഴ്സ് ഈക്വൽ ടു ഒരു ബോഡിയിലുള്ള റിസൾട്ടൻറ്റ് ഫോഴ്സ് കെ എക്സ് സ്ക്വയർ ആണെന്ന് വെക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ ഇവിടെ ഇപ്പോൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ എന്താ കിട്ടുക? ഇൻ്റഗ്രൽ x0 ടു എക്സ് കെ എക്സ് സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ മൈനസ് ഹാഫ് എം v0 സ്ക്വയർ. പിന്നെ ഇനീഷ്യൽ കണ്ടീഷൻ തന്നിട്ട് നിൽക്കുക. അറ്റ് എക്സ് ഈക്വൽ ടു 0 വി ഈക്വൽ ടു 0 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് എളുപ്പമല്ലേ? കെ കോൺസ്റ്റൻറ്റ് ഇൻ്റഗ്രേഷനെ പുറത്തെടുക്കാം. x0 ടു എക്സ് എക്സ് സ്ക്വയർ ഡി എക്സ്, എക്സ് സ്ക്വയർ ഡി എക്സ് എന്താ? കെ എക്സ് ക്യൂബ് ബൈ 3 ഈക്വൽ ടു, ഇവിടെ ലിമിറ്റ് ഉണ്ടാവും v0 ടു വി x0 ടു എക്സ്. x0 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ കണ്ടീഷനാണ്, നമുക്ക് 0 എന്ന് എടുക്കാം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ x ഈക്വൽ ടു 0 ടു എക്സ് ഹാഫ് എം വി സ്ക്വയർ മൈനസ് ഹാഫ് എം. ഇതിന് ഇനീഷ്യൽ കണ്ടീഷൻ വി ഈക്വൽ ടു 0 എന്നാണ്, v0 ഈക്വൽ ടു 0 എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇനീഷ്യൽ കണ്ടീഷനാണ് v0 എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ടേം 0 ആവും, ഇവിടുത്തെ 0ൻ്റെ ടേം 0 ആവും. പിന്നെ എന്താ വരിക? കെ എക്സ് ക്യൂബ് ബൈ 3 ഈക്വൽ ടു, ഈ 0 കൊടുക്കുമ്പോൾ 0 ആയിരിക്കും, 0ൻ്റെ ടേം ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. നമുക്ക് വെലോസിറ്റിയാണ് വേണ്ടി. വെലോസിറ്റി ഈക്വൽ ടു 2k ബൈ 3 എം. എം ഇങ്ങോട്ട് പോയി, അരങ്ങോട്ട് പോയി, എക്സ് ക്യൂബ്. ഓക്കെ, വി സ്ക്വയർ ഈക്വൽ ടു
ഈ 2 ഇങ്ങോട്ട് പോകുമ്പോൾ മേലേക്ക് പോകും, എം അടിക്കും പോകും. വി ഈസ് ഈക്വൽ ടു √2k/3m x3. അപ്പോൾ അതായത് വെലോസിറ്റി ഒരു പൊസിഷൻ്റെ ഫംഗ്ഷനായി കിട്ടി നമുക്ക്. ഇനിയിപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഒരു ചോദ്യം, ഇപ്പോൾ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടി. ഇനിയിപ്പോൾ ഏതൊരു പൊസിഷനിലെയും വെലോസിറ്റി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. സപ്പോസ് x ഈക്വൽ ടു 10 മീറ്റർ ആണെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ആ സമയത്ത് ആ പൊസിഷനിൽ എത്ര ആയിരിക്കും? വെലോസിറ്റി അറ്റ് 10 മീറ്റർ വെലോസിറ്റി പൊസിഷൻ 10 മീറ്റർ ആവുന്ന സമയത്ത് വെലോസിറ്റി എന്തായിരിക്കും? അത് കൊടുക്കുക 2k/m. അത് കോൺസ്റ്റൻറ്റുകളാണ്. എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? 10 എന്ന് കൊടുക്കുക. 10³ അത് കൊടുത്താൽ എന്ത് കിട്ടും? ഒരു ആൻസർ കിട്ടും. ഓക്കെ, ഒരു വാല്യൂ കിട്ടും, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഏത് പൊസിഷനിലെയും വെലോസിറ്റി കാണണമെങ്കിൽ അതിനെങ്ങനെ ഇതാക്കി കൊടുക്കുക. ഇനി സപ്പോസ്